ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റാൻ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ ആവശ്യം. ലോ അക്കാദമിയുടെ അഫിലിയേഷൻ സംബന്ധിച്ച രേഖകൾ സർവകലാശാലയിൽ ഇല്ല എന്ന് വൈസ് ചാൻസലർ യോഗത്തെ അറിയിച്ചു. ലോ അക്കാദമിയിൽ ഗുരുതര വീഴ്ചകളുണ്ട് എന്ന ഉപസമിതി റിപ്പോർട്ട് സിൻഡിക്കേറ്റ് അംഗീകരിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, ഈ സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ചേർന്നിരുന്നു. എന്തൊക്കെയാണ് യോഗ തീരുമാനങ്ങൾ സിൻഡിക്കേറ്റിന്റെ? അരുണ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറയാൻ സാധിക്കുന്നത് പ്രിൻസിപ്പലിനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം സിൻഡിക്കേറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. നേരത്തെ തന്നെ ഈ മറ്റ് വിഷയങ്ങളിൽ എല്ലാം തന്നെ സിൻഡിക്കേറ്റിൽ ധാരണയായിരുന്നു. വിദ്യാർത്ഥി പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എല്ലാത്തിലും തന്നെ ഒരു തീരുമാനത്തിലേക്ക് സിൻഡിക്കേറ്റ് എത്തിയിരുന്നു. പക്ഷേ തർക്കം നിലനിന്നിരുന്നത് പ്രിൻസിപ്പലിന്റെ വിഷയത്തിലും അഫിലിയേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമായിരുന്നു തർക്കം നിലനിന്നിരുന്നത്. ഇതിൽ പ്രധാനമായും പ്രിൻസിപ്പലിന്റെ വിഷയത്തിൽ പ്രിൻസിപ്പലിനെതിരെയുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് സർക്കാരിനോടും മാനേജ്മെന്റിനോടും ശുപാർശ ചെയ്യാം എന്നുള്ളതായിരുന്നു ഒരു വിഭാഗത്തിന്റെ നിലപാട്. എങ്കിൽ പ്രിൻസിപ്പലിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരാവശ്യം തന്നെ ശുപാർശ ചെയ്യണം മാനേജ്മെന്റിനോടും സർക്കാരിനോടും എന്നൊരാവശ്യമായിരുന്നു മറ്റൊരു വിഭാഗം സ്വീകരിച്ചിരുന്നത്. ഇതിൽ ഒരു തർക്കം നിലനിന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രിൻസിപ്പലിനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം ഇപ്പോൾ സിൻഡിക്കേറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന് അഫിലിയേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് അഫിലിയേഷൻ റദ്ദാക്കാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകണം ലോ അക്കാദമിക്ക് എന്നുള്ളതായിരുന്നു മറ്റൊരാവശ്യം. ഇതിലും ഒരു തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. മറ്റു വിഷയങ്ങളിൽ തീരുമാനം ആയ വിഷയങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലെ CCTV ക്യാമറകൾ മാറ്റണം എന്നുള്ളൊരു തീരുമാനമാണ് സിൻഡിക്കേറ്റ് കൈക്കൊണ്ടത്. വിദ്യാർത്ഥികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന രീതിയിൽ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് മാറ്റി അത് പുനഃക്രമീകരിക്കണം എന്നൊരു തീരുമാനമാണ് സിൻഡിക്കേറ്റ് കൈക്കൊണ്ടത്. ഒപ്പം തന്നെ ഇന്റേണൽ മാർക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു മോണിറ്ററിംഗ് സെല്ലിന്റെ പരിശോധന നടത്തണം എന്നൊരു തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. മറ്റൊന്ന് ലക്ഷ്മി നായരുടെ ലോ അക്കാദമിയിലെ പ്രിൻസിപ്പലായ ലക്ഷ്മി നായരുടെ മരുമകളാകാൻ പോകുന്ന അനുരാധ എന്ന കുട്ടിയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ എല്ലാം പരീക്ഷാ കൺട്രോളറുടെ സമിതി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നും ഒരു തീരുമാനം സിൻഡിക്കേറ്റ് കൈക്കൊണ്ടിരുന്നു. മറ്റൊന്ന് അഫിലിയേഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ലോ അക്കാദമിയുടെ അഫിലിയേഷൻ രേഖകൾ ഒന്നും തന്നെ സർവകലാശാലയിൽ ലഭ്യമല്ല എന്നാണ് രാവിലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ VC വ്യക്തമാക്കിയത്. VC ഈ കാര്യങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച് സർവകലാശാലയിലെ അഫിലിയേഷൻ സമിതി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നാണ് അതിലും ഒരു തീരുമാനമായത്. തീരുമാനം അവശേഷിച്ചിരുന്നത് പ്രിൻസിപ്പലിന്റെ വിഷയത്തിലും അഫിലിയേഷൻ സംബന്ധിച്ച് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നതിലുമായിരുന്നു. ഏതായാലും അതിൽ പ്രിൻസിപ്പലിന്റെ വിഷയത്തിൽ ഇപ്പോൾ പ്രിൻസിപ്പലിനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം ഇപ്പോൾ സിൻഡിക്കേറ്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഉപസമിതി നടത്തിയ വിശദമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് രാവിലെ ഉപസമിതിയുടെ അന്തിമ റിപ്പോർട്ട് VCക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ റിപ്പോർട്ട് വരികയും അത് ഐകകണ്ഠേന തന്നെ സിൻഡിക്കേറ്റ് യോഗം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അതിന്മേൽ നടന്ന വിശദമായ ചർച്ചകളിലാണ് ഈ പറഞ്ഞ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അരുൺ, അതായത് ഈ അഫിലിയേഷൻ രേഖകൾ കാണാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഇതിന്റെ തുടർ നടപടികളിൽ എന്ത് ധാരണയാണ്, എന്ത് നിർദ്ദേശമാണ് നിലവിലെത്തിയിട്ടുള്ളത് ഷീജ? അഫിലിയേഷനുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കാണുന്നില്ല, രേഖകൾ സർവകലാശാലയുടെ പക്കൽ ഇല്ല എന്ന് തന്നെയായിരുന്നു വൈസ് ചാൻസലർ രാവിലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ അറിയിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ ഉപസമിതിയുടെ റിപ്പോർട്ട് കോടതിയിൽ ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കാം എന്ന് അദ്ദേഹം അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സിൻഡിക്കേറ്റ് ഈ രീതിയിൽ സർവകലാശാലയിൽ തന്നെ സിൻഡിക്കേറ്റിന്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സമിതിയുണ്ട്. ഈ സമിതി ഈ വിഷയങ്ങൾ പരിശോധിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഇനി തർക്കം അവശേഷിക്കുന്നത് എന്ന് പറയുന്നത് അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് അഫിലിയേഷൻ റദ്ദാക്കാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് ലോ അക്കാദമിക്ക് നൽകണമോ വേണ്ടയോ എന്ന വിഷയത്തിലാണ് ഇനി ഒരു തീരുമാനം ഉണ്ടാകാനിരിക്കുന്നത്. ലക്ഷ്മി നായരുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണെങ്കിൽ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും ലക്ഷ്മി നായരെ മാറ്റുന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു പ്രമേയമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അല്പസമയം മുമ്പ് ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഇന്റേണൽ ഹാജർ ഇക്കാര്യങ്ങൾ ക്രമക്കേട് നടന്നിരുന്നു എന്ന സൂചന നേരത്തെ ഉണ്ടായിരുന്നു. ഈ ഉപസമിതി ഇക്കാര്യങ്ങൾ പ്രത്യേകം പരിശോധിക്കുമോ? അതിനുള്ള നിർദ്ദേശങ്ങൾ നിലവിൽ നൽകിയിട്ടുണ്ടോ? ഈ
ഇന്റേണൽ മാർക്കിന്റെ വിഷയത്തിലും കുട്ടികളോട് നടക്കുന്ന വിവേചനത്തിന്റെ കാര്യത്തിലും മാർക്ക്, അതോടൊപ്പം തന്നെ ഹാജർ നില രേഖപ്പെടുത്തൽ, ഇത് സംബന്ധിച്ച് എല്ലാം തന്നെ പ്രത്യേക മോണിറ്ററിംഗ് സെല്ല് രൂപീകരിക്കുന്നതായിരിക്കും. ആ സെല്ലായിരിക്കും ഇതിന്റെ എല്ലാം വ്യക്തമായ മോണിറ്ററിംഗ് മേൽനോട്ടം വഹിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക. ഏതായാലും ഇനി തീരുമാനം ശേഷിക്കുന്നത് പ്രധാനമായും പ്രിൻസിപ്പലിന്റെ വിഷയത്തിലും അഫിലിയേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമാണ്. ഏതായാലും ചിലപ്പോൾ കാര്യങ്ങൾ തർക്കം കൂടുതൽ നിലനിൽക്കുന്നു, ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നില്ല എന്നാണെങ്കിൽ ചിലപ്പോൾ വോട്ടിംഗിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്തിയേക്കാം എന്നും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളിൽ നിന്നും പറയാൻ സാധിക്കുന്നത്. അതായത് ഇക്കാര്യത്തിലെ നിയമസാധുത കൂടി എങ്ങനെയാണ്? കാരണം പ്രിൻസിപ്പലിനെ മാറ്റാനുള്ള തീരുമാനം ഏകകണ്ഠമായി എടുത്തിരിക്കുന്നു. ആ നിലയ്ക്ക് പ്രിൻസിപ്പലിനെ മാറ്റാൻ വേണ്ടി ആ രീതിയിൽ സർവകലാശാലയ്ക്ക് ഇടപെടാൻ സാധിക്കില്ല. എന്നാൽ പ്രിൻസിപ്പലിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരാവശ്യം സർക്കാരിനോടും മാനേജ്മെന്റിനോടും ശുപാർശ ചെയ്യണം എന്നാണ് കോൺഗ്രസ് അംഗങ്ങൾ ശുപാർശ ചെയ്യുന്നത്. ഒരു വിഭാഗം സിൻഡിക്കേറ്റിലെ അംഗങ്ങൾ പറയുന്നത് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ മാനേജ്മെന്റിനെയും സർക്കാരിനെയും ചുമതലപ്പെടുത്തണം എന്നാണ്. ഇതിലാണ് ചെറിയ തോതിൽ തർക്കം നിലനിന്നിരുന്നത്. ഈ വിഷയത്തിൽ ഏതായാലും പ്രിൻസിപ്പലിനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രമേയം സിൻഡിക്കേറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അരുൺ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ ലോ കോളേജുകളിലെ പരീക്ഷകൾ മാറ്റിവെച്ചു. 9ാം സെമസ്റ്റർ പരീക്ഷയാണ് മാറ്റിവെച്ചത്. 10 ദിവസത്തേക്കാണ് മാറ്റിവെച്ചത്. വിവരങ്ങളുമായി എസ് ജീവൻകുമാർ. ജീവൻ, എന്ത് കാരണത്താലാണ് ഈ പരീക്ഷ മാറ്റിയത്? കുറച്ച് ദിവസങ്ങളായി തന്നെ SFI ഈ കാര്യം ഉന്നയിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നായിരുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ സർവകലാശാല എക്സാം ഷെഡ്യൂൾ ചെയ്തത് ശരിയായില്ല എന്ന അഭിപ്രായം SFI അടക്കമുള്ള സംഘടനകൾ ഉയർത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ SFIയുടെ സെനറ്റ് അംഗങ്ങൾ സർവകലാശാലയുടെ പരീക്ഷാ കൺട്രോളർക്ക് ഒരു നിവേദനം നൽകിയിരുന്നു. ആ നിവേദനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ ലോ കോളേജുകളിൽ നടക്കേണ്ട 9ാം സെമസ്റ്റർ പരീക്ഷ 10 ദിവസത്തേക്ക് നീട്ടിവെച്ചുകൊണ്ട് ഇപ്പോൾ സർവകലാശാലയുടെ പരീക്ഷാ കൺട്രോളർ ഉത്തരവിറക്കിയത്. നിലവിൽ 13ാം തീയതി ജീവനാണ് വിവരങ്ങൾ നൽകാൻ ശ്രമിക്കുന്നത്. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ ലോ കോളേജുകളിലെ പരീക്ഷകൾ നിലവിൽ മാറ്റിവെച്ചിട്ടുണ്ട്. 9ാം സെമസ്റ്റർ പരീക്ഷയാണ് മാറ്റിവെച്ചത്. 10 ദിവസത്തേക്കാണ് മാറ്റിവെച്ചത്. നിലവിലെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം. SFI അടക്കം ഇക്കാര്യത്തിൽ നേരത്തെ ഗൗരവമായി ഈ ആവശ്യം ഉന്നയിക്കുക കൂടി ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ജീവൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. ജീവൻ, മറ്റു വിവരങ്ങൾ കൂടി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ SFI അടക്കമുള്ള സംഘടനകൾ ഇതിന് ഒരു SFIയുടെ സെനറ്റ് അംഗങ്ങൾ ഒരു നിവേദനം സർവകലാശാലയുടെ പരീക്ഷാ കൺട്രോളർക്ക് നൽകിയിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് 10 ദിവസത്തേക്ക് ഇപ്പോൾ പരീക്ഷ നീട്ടിവെച്ചുകൊണ്ട് സർവകലാശാലയുടെ പരീക്ഷാ കൺട്രോളർ ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ 13ാം തീയതിയായിരുന്നു ഈ പരീക്ഷ നടക്കേണ്ടിയിരുന്നത്. അത് 10 ദിവസത്തേക്കാണ് നീട്ടിവെച്ചിരിക്കുന്നത്. സർവകലാശാലയുടെ കീഴിൽ വരുന്ന 4ഓളം ലോ കോളേജുകളിലെ പരീക്ഷകളാണ് ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുന്നത്. അരുൺ, എസ് ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഒത്തുതീർപ്പിന് മാനേജ്മെന്റ് തയ്യാറാവണമെന്ന് കോടിയേരി ആവശ്യപ്പെട്ടു. സമരം സർക്കാർ വിരുദ്ധ സമരമാക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായും കോടിയേരി അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് ഈ സമരത്തെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന ന്യായമായ പ്രശ്നങ്ങൾ വിദ്യാർത്ഥി പ്രശ്നങ്ങളായി കണ്ട്, കോളേജിന്റെ പ്രശ്നങ്ങളായി കണ്ട് അതിലിടപെടുകയാണ് വേണ്ടത്. അതിന് പകരം ഇതിനെ ഒരു രാഷ്ട്രീയ സമര കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കം അത് കരുതിയിരിക്കുകയും വിദ്യാർത്ഥി സമരം വിജയിപ്പിക്കുകയും വേണം. അതിനാവശ്യമായി വിദ്യാർത്ഥികൾ നടത്തിവരുന്ന ഈ പ്രക്ഷോഭങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുന്നു. ലോ അക്കാദമി പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് കത്ത് നൽകുമെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ലോ അക്കാദമി വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടാൻ വൈകുന്ന സാഹചര്യത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ അടിയന്തരമായി ഇടപെടണം. ഇത്രയും ദിവസക്കാലം വിദ്യാർത്ഥി സമരം ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ഇതിനൊരു പരിഹാരമുണ്ടാകാത്തത് ഖേദകരമാണ്. ഗവൺമെന്റ് ഇടപെടാത്ത സാഹചര്യത്തിൽ ചാൻസലർ ഇടപെട്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമെന്ന് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലെ BJP പ്രകടന പത്രിക. എല്ലാ കശാപ്പ് ശാലകളും അടച്ചുപൂട്ടും. എല്ലാ സർവകലാശാലകളിലും വൈഫൈ സൗകര്യം നൽകുമെന്നും പ്രകടന പത്രിക പുറത്തിറക്കി. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ പറഞ്ഞു. വിവരങ്ങളുമായി മനുശങ്കർ ദില്ലിയിൽ നിന്ന് ചേരുന്നു. മനു, എന്തൊക്കെയാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്?
അരുൺ, 15 വർഷത്തിന് ശേഷം UP-യിൽ വൻ വാഗ്ദാനങ്ങളുടെ ഒരു പ്രകടന പത്രികയാണ് BJP ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അധികാരത്തിലെത്തിയാൽ നിയമം അനുസരിച്ച് എത്രയും വേഗം രാമക്ഷേത്രം അയോധ്യയിൽ പണിയും എന്നാണ് പ്രകടന പത്രികയിൽ BJP ചൂണ്ടിക്കാട്ടുന്നത്. ഇതോടൊപ്പം മുത്തലാഖ് വിഷയത്തിൽ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകളുടെയും അഭിപ്രായം തേടി ഇതിനുശേഷം ഈ അഭിപ്രായം ക്രോഡീകരിച്ച് സുപ്രീം കോടതിയിൽ നൽകും എന്നും പ്രകടന പത്രികയിൽ BJP വ്യക്തമാക്കുന്നു. കൂടാതെ വൻ ജനകീയ വാഗ്ദാനങ്ങളും BJP ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ കാർഷിക വായ്പയും സംസ്ഥാനത്ത് എഴുതിത്തള്ളും. അധികാരത്തിലെത്തിയ ശേഷം പിന്നീട് കർഷകർക്ക് പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കുമെന്നും BJP വ്യക്തമാക്കുന്നു. 5 വർഷത്തിനുള്ളിൽ തന്നെ 150 കോടി കൃഷിക്കായി മാത്രം അധികാരത്തിലെത്തിയാൽ BJP വകയിരുത്തുമെന്നും 45 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ എല്ലാ ക്രിമിനലുകളെയും ജയിലിലടയ്ക്കുമെന്നും പ്രകടന പത്രികയിൽ BJP വാഗ്ദാനം ചെയ്യുന്നു. ഇതോടൊപ്പം എല്ലാ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും ഫ്രീ വൈഫൈ നൽകും. ഇതോടൊപ്പം 50% മാർക്ക് വാങ്ങിയാൽ അത്തരം മാർക്ക് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികളെ ബിരുദം വരെ സൗജന്യമായി പഠിപ്പിക്കുമെന്നും അതോടൊപ്പം 6 ലക്ഷം രൂപ ഓരോ കുടുംബത്തിനും കോൺക്രീറ്റ് വീട് നിർമ്മിക്കുവാനായി നൽകുമെന്നും BJP വാഗ്ദാനം ചെയ്യുന്നു. BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 2 ലക്ഷം രൂപ ഇൻഷുറൻസ് പോളിസി സർക്കാർ ഉറപ്പുവരുത്തുമെന്നുമാണ് BJPയുടെ പ്രകടന പത്രികയിൽ പറയുന്നത്. 300-ന് മുകളിൽ സീറ്റുകൾ BJP സംസ്ഥാനത്ത് കരസ്ഥമാക്കുമെന്നും പ്രകടന പത്രിക പുറത്തിറക്കി അമിത്ഷാ പറയുകയുമുണ്ടായി. അരുൺ, മനുശങ്കർ വിവരങ്ങൾ നൽകിയത്. KPCC വിശാല നിർവാഹക സമിതി യോഗത്തിൽ നേതാക്കൾക്ക് AK ആന്റണിയുടെ രൂക്ഷ വിമർശനം. രാത്രി RSSും പകൽ കോൺഗ്രസുമാകുന്ന നേതാക്കൾ പാർട്ടിക്ക് വേണ്ടെന്നും ആന്റണി തുറന്നടിച്ചു. പാർട്ടിയില്ലെങ്കിൽ നേതാക്കളില്ലെന്ന് ഓർക്കണമെന്നും ആന്റണി ഓർമ്മിപ്പിച്ചു. പാർട്ടിയിൽ നിന്ന് പോയാൽ എല്ലാം നഷ്ടപ്പെടുമെന്നായിരുന്നു ഉമ്മൻചാണ്ടിയെ ലക്ഷ്യമിട്ടുള്ള ആന്റണിയുടെ പരോക്ഷ വിമർശനം. പാർട്ടിയില്ലെങ്കിൽ ആരുമില്ല, കാലിനടിയിലെ മണ്ണ് BJP കൊണ്ടുപോകുന്നു. രാത്രി RSSും പകൽ കോൺഗ്രസുമാകുന്ന നേതാക്കളെ ഇനി ആവശ്യമില്ല. ഉറച്ച മതേതര മുഖമുള്ള നേതാക്കൾ ഉണ്ടാകണം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അതേ സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടി തെളിയിക്കുന്നുവെന്നും ആന്റണി പറഞ്ഞു. ഹൈക്കമാൻഡ് അനാഥമായെന്നായിരുന്നു മുതിർന്ന നേതാവ് MM ജേക്കബിന്റെ വിമർശനം. നേരത്തെ അവിടെ സോണിയാഗാന്ധി ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരുമുള്ളതായി തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യം മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതെന്നും MM ജേക്കബ് വിമർശിച്ചു. ഐക്യത്തോടെ മുന്നോട്ടു പോകുമെന്ന് സുധീറിന്റെ പ്രതികരണം. പുനഃസംഘടനാ നടപടികൾ AICC നിർദ്ദേശമനുസരിച്ച് മുന്നോട്ടു പോകും. പുനഃസംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും തുടർ ചർച്ചകളുമായി നീണ്ടുപോയി. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് രാഷ്ട്രീയകാര്യ സമിതിക്ക് രൂപം കൊടുത്തത്. അതുകൊണ്ട് KPCC നിർവാഹക സമിതി ചേരുന്നതിലൊരു ഇടവേള ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പാർട്ടിയുടെ സർവ്വ ഘടകങ്ങളെയും കൂടുതൽ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ലോ അക്കാഡമിയുടെ ഭൂമിയും കോളേജും സർക്കാർ ഏറ്റെടുക്കണമെന്ന് KPCC പ്രമേയം പാസാക്കി. 7 മാസത്തിനു ശേഷം ചേർന്ന KPCC യോഗത്തിൽ ഉമ്മൻചാണ്ടിയും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UP-യിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് 14 ദിവസം മാത്രം ബാക്കി നിൽക്കെ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ ആരംഭിക്കും. ഉത്തർപ്രദേശ് ആഗ്രഹിച്ച സഖ്യം എന്ന മുദ്രാവാക്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. പ്രിയങ്ക ഗാന്ധിയും ഡിംപിൾ യാദവും പ്രചാരണത്തിന് നേരിട്ട് എത്തും. അതേസമയം BJP-യിൽ സീറ്റ് വിഭജനത്തിന്റെ പേരിൽ പൊട്ടിത്തെറി രൂക്ഷമാണ്. ബീഹാറിൽ BJP-യെ തറപറ്റിച്ച നിതീഷ് കുമാർ ലാലു പ്രസാദ് തന്ത്രമാതൃകയിൽ സമാജ്വാദി കോൺഗ്രസ് പ്രചാരണം നാളെ മുതൽ ഉത്തർപ്രദേശിൽ ആരംഭിക്കും. അഖിലേഷും രാഹുൽ ഗാന്ധിയും സംയുക്തമായാണ് നേരിട്ട് നാളെ പ്രചാരണത്തിനെത്തുക. ഉത്തർപ്രദേശ് ആഗ്രഹിച്ച സഖ്യം UP-യുടെ സ്വന്തം പുത്രന്മാർ എന്ന വാക്യങ്ങളിലാണ് രാഹുലിന്റെയും അഖിലേഷിന്റെയും പ്രചാരണം. അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ്, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രംഗത്തുണ്ടാകും. ആദ്യഘട്ട വോട്ടെടുപ്പിന് 14 ദിവസം മാത്രം ബാക്കി നിൽക്കെ സമാജ്വാദി കോൺഗ്രസ് സഖ്യം കടുത്ത മത്സരം കാഴ്ചവെക്കുമെന്നാണ് വിലയിരുത്തൽ. ഭരിക്കാനുള്ള ഭൂരിപക്ഷം 202 ആയിരിക്കെ 192 മുതൽ 196 സീറ്റുകൾ വരെ BJP-ക്ക് പരമാവധി ലഭിക്കുകയുള്ളൂ എന്നാണ് ആദ്യഘട്ട സർവേ ഫലങ്ങൾ. സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തിന് 178 മുതൽ 182 സീറ്റുകൾ ലഭിക്കാനും സാധ്യത കൽപ്പിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP തെരഞ്ഞെടുക്കപ്പെടുമെന്നും ആദ്യഘട്ട സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടയിൽ സീറ്റ് വിഭജനത്തിൽ BJP-ക്കുള്ളിൽ പൊട്ടിത്തെറി രൂക്ഷമായിരിക്കുകയാണ്. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ തർക്കങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് സംസ്ഥാന ഘടകത്തിന് BJP കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിൽ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ BJP ശിരോമണി അകാലിദൾ സഖ്യവും അഴിമതി ആരോപണങ്ങളുമായി രംഗത്ത്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം തീരാൻ ഇനി 5 ദിവസം മാത്രം ബാക്കി.
അകാലിദളിന്റെ ശക്തി കേന്ദ്രവും സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയുമായ ബിക്രം സിംഗിന്റെ നിയമസഭാ മണ്ഡലത്തിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇന്നലെ പ്രഖ്യാപിച്ചത്. അകാലിദൾ BJP സഖ്യം കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എവിടെയെന്ന ചോദ്യം ഉയർത്തുന്നതിനിടയിലാണ് പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയം. മുതിർന്ന നേതാവ് അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ BJPയിൽ നിന്നും കോൺഗ്രസിലെത്തിയ ക്രിക്കറ്റ് താരം സിദ്ധുവിന്റെ ക്യാമ്പ് മൗനത്തിലായെന്ന് ആക്ഷേപമുണ്ട്. അകാലിദൾ BJP സഖ്യമാകട്ടെ അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇന്നു മുതൽ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിനേക്കാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തിയിരുന്ന BJP ആ തന്ത്രങ്ങളിലും മാറ്റം വരുത്തുന്നുണ്ട്. 4-ാം തീയതിയാണ് സംസ്ഥാനത്തെ വോട്ടെടുപ്പ്. 2-ാം തീയതി പരസ്യപ്രചാരണം അവസാനിക്കും. അതിനു മുമ്പുള്ള കടുത്ത പോരാട്ടത്തിലേക്ക് പഞ്ചാബ് ഇന്നു മുതൽ കടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗോവയിൽ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ RSSന്റെയും പ്രധാന സഖ്യകക്ഷിയായ MGPയുടെയും പിന്തുണയില്ലാതെ വെട്ടിലായിരിക്കുകയാണ് BJP. ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കുമെന്നും RSSനെ അനുനയിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട സംസ്ഥാന നേതൃത്വം BJP കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. അതേസമയം 3 രൂപയ്ക്ക് ഗോതമ്പ്, 2 രൂപയ്ക്ക് അരി, 5 ലിറ്റർ സൗജന്യ പെട്രോൾ തുടങ്ങിയ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. അധികാരത്തിലെത്തിയാൽ കാസിനോകൾ പൂട്ടിക്കുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഗോവയിൽ 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസും ആം ആദ്മിയും. എന്നാൽ മറാത്തിവാദികളായ ഗോമന്തക് പാർട്ടി പിന്തുണ പിൻവലിച്ചതും RSSന്റെയും പ്രധാന കക്ഷിയായ MGPയുടെ പിന്തുണയില്ലാത്തതും BJPയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. അഴിമതി പാർട്ടി എന്ന പേരുദോഷത്തിൽ കഴിഞ്ഞ തവണ ഒറ്റ അക്കത്തിൽ ഒതുങ്ങിപ്പോയ കോൺഗ്രസ് ഇത്തവണ യുവാക്കളെ മുൻനിർത്തിയാണ് മത്സരിക്കുന്നത്. പ്രതാപ് സിംഗ് റാണ ഉൾപ്പെടെ 5 മുൻ മുഖ്യമന്ത്രിമാരും മത്സരരംഗത്തുണ്ട്. അധികാരത്തിലെത്തിയാൽ 2 രൂപയ്ക്ക് ഗോതമ്പ്, 3 രൂപയ്ക്ക് അരി, 7 രൂപയ്ക്ക് പഞ്ചസാര, കോളേജുകളിൽ ഫ്രീ വൈഫൈ, 5 ലിറ്റർ സൗജന്യ പെട്രോൾ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളുമായാണ് കോൺഗ്രസ് പ്രചാരണം പുരോഗമിക്കുന്നത്. എന്നാൽ ആം ആദ്മിയുടെ സാന്നിധ്യം കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചുവെന്ന് വ്യക്തമാണ്. സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ചെത്തിയ എൽവിസ് ഗോമസിനെ മുൻനിർത്തിയാണ് ആം ആദ്മിയുടെ പോരാട്ടം. മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറെ ഉയർത്തിക്കാട്ടുന്നുവെങ്കിലും കേന്ദ്രമന്ത്രിയും മുൻ ഗോവ മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ പരീക്കറെ മുൻനിർത്തിയാണ് BJPയുടെ പ്രചാരണം. RSS നേതാവ് സുഭാഷ് വെല്ലങ്കർ രൂപീകരിച്ച ഗോവ സുരക്ഷക് മഞ്ച് BJPക്കെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു. ശിവസേന കൂടി കാവ്യ സഖ്യത്തിൽ ഭാഗമാകുന്നതോടെ ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കുമെന്ന ആശങ്കയിലാണ് BJP കേന്ദ്ര നേതൃത്വം. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കരൻ, ദില്ലി. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പ്രചാരണ ബോർഡുകളും കൊടികളും INTUC KSU പ്രവർത്തകർ നശിപ്പിച്ചു. INTUCയും KSUവും ചേർന്ന കൊച്ചി IG ഓഫീസിലേക്ക് പ്രകടനം നടത്തുന്നതിനിടെയാണ് പ്രവർത്തകർ അക്രമാസക്തരായത്. പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച CITU DYFI പ്രവർത്തകരും നഗരത്തിൽ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം എറണാകുളം ലോ കോളേജിൽ INTUC നേതാവിന്റെ മകനെ SFI പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ചാണ് KSU INTUC പ്രവർത്തകർ IG ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. കണയന്നൂർ താലൂക്ക് ഓഫീസിൽ നിന്ന് തുടങ്ങിയ മാർച്ച് മഹാരാജാസ് കോളേജിന് മുന്നിലെത്തിയപ്പോൾ പ്രവർത്തകർ അക്രമാസക്തരാവുകയായിരുന്നു. മഹാരാജാസ് കോളേജിലെ ജനൽ ചില്ലുകൾ തകർത്ത പ്രതിഷേധക്കാർ നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പ്രചാരണ ബോർഡുകളും കൊടികളും നശിപ്പിച്ചു. ഇതേ തുടർന്ന് CITU DYFI പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. DYFI ജില്ലാ സെക്രട്ടറി അരുൺകുമാർ, CITU ജില്ലാ കമ്മിറ്റി അംഗം NC മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നഗരത്തിൽ പ്രകടനം. സാമൂഹ്യ വിരുദ്ധരുടെ താവളത്തിന്റെ ഭാഗമാണ് താനെന്ന് തെളിയിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ജയിപ്പിച്ചതിനെ ജനാധിപത്യ കശാപ്പിന്റെ അസഹിഷ്ണുതയുടെ കേന്ദ്രമായി പ്രയോജനപ്പെടുത്താൻ കൈബിയിടാൻ തയ്യാറാകരുത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞു പോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സഞ്ജയ് ലീല ബൻസാലിക്കെതിരായ സംഘ്പരിവാർ ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധം. ബൻസാലിക്ക് പിന്തുണയുമായി ബോളിവുഡ് താരങ്ങളും രംഗത്തെത്തി. ബൻസാലിയുടെ പുതിയ ചിത്രമായ പത്മാവതിയിൽ അലാവുദ്ദീൻ ഖിൽജിയും രജപുത്ര രാജ്ഞിയും തമ്മിലുള്ള പ്രണയരംഗം ജോധ്പൂരിൽ ചിത്രീകരിക്കുന്നതിനിടെയാണ് ബൻസാലിക്ക് സംഘ്പരിവാർ മർദ്ദനമേറ്റത്. പുതിയ ചിത്രമായ പത്മാവതിയുടെ ഷൂട്ടിംഗ് നടക്കുന്ന രാജസ്ഥാനിലെ ജയ്ഗാവ് കോട്ടയിലാണ് സഞ്ജയ് ലീല ബൻസാലിക്ക് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നത്. രജപുത് കർണി സേനയുടെ പ്രവർത്തകരാണ് ബൻസാലിയെ ആക്രമിച്ചത്. പ്രകടനമായെത്തിയ പ്രവർത്തകർ ബൻസാലിയെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. മർദ്ദിച്ച് അവശനാക്കിയ ശേഷം അദ്ദേഹത്തിന്റെ തലമുടി അക്രമികൾ പിഴുതെടുത്തു. ബൻസാലി പത്മാവതി എന്ന ചിത്രത്തിൽ രജപുത് രാജ്ഞിയെ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ചിത്രത്തിൽ രാജ്ഞി പത്മിനിയും ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയും തമ്മിലുള്ള പ്രണയരംഗങ്ങൾ ഉണ്ടെന്നാണ് ആക്ഷേപം.
ചിത്രത്തിൽ ഇത്തരം രംഗങ്ങൾ നീക്കണമെന്നും അക്രമികൾ ഭീഷണി മുഴക്കി. സഞ്ജയ് ലീല ബൻസാരിയെ ആക്രമിച്ച സംഭവത്തിൽ സിനിമാ ലോകത്തു നിന്നും വ്യാപക പ്രതിഷേധം ഉയർന്നുവന്നു. സിനിമാ താരങ്ങളായ ഋത്തിക് റോഷൻ, ആലിയ ഭട്ട്, കരൺ ജോഹർ, അനുരാഗ് കശ്യപ് തുടങ്ങിയവർ ഉറച്ച പിന്തുണയുമായി ട്വിറ്ററിൽ രംഗത്തെത്തി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്നാണ് ഋത്തിക് റോഷൻ ട്വിറ്ററിൽ കുറിച്ചത്. സിനിമാ ലോകം ഒന്നടങ്കം ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്നും താരങ്ങൾ ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്.